കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരള ബിജെപിയുടെ നിലപാടിൽ ആർഎസ്എസിന് അതൃപ്തി. രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എതിർപ്പറിയിച്ച് കമന്റുമായി മുതിർന്ന ആർഎസ്എസ് നേതാക്കൾ രംഗത്ത്. രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവ പ്രീണനം നടത്തുന്നുവെന്നാണ് ആർഎസ്എസ് വിമർശനം. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, ഇതെന്താണ് രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായം? അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണോ ആർഎസ്എസ് പറയുന്നത്? എന്താണ് ഈ പോസ്റ്റുകൾക്ക് മറുപടിയായി താഴെ വരുന്ന കമന്റുകൾ? അമൃത, കഴിഞ്ഞ ദിവസം ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഒരു പ്രത്യേക സംഘത്തെ, അതായത് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് സംസ്ഥാന നേതൃത്വം അയച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ഒരു തീരുമാനം എടുക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ ഇക്കാര്യത്തിൽ കന്യാസ്ത്രീകളെ ന്യായീകരിച്ചും ഇങ്ങനൊരു മതപരിവർത്തനമല്ല നടത്തിയത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയും ഒരു ഫേസ്ബുക്ക് വീഡിയോ പങ്കുവച്ചിരുന്നു. അതിന് താഴെയാണ് ഇത്തരത്തിൽ RSSന്റെ മുതിർന്ന നേതാക്കൾ, അതായത് കൃഷ്ണൻകുട്ടി എന്ന മുതിർന്ന പ്രചാരകൻ ഉൾപ്പെടെയുള്ളവർ, RSS പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പൂർണ്ണമായും രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. കയ്യിലിരിക്കുന്നത് വിട്ടുകളഞ്ഞ് പറന്നു പോകുന്നതിനെ പിടിക്കാൻ നിൽക്കുന്നത് അബദ്ധമാണ്, അത് തെറ്റായിരിക്കും എന്നുള്ള കാര്യമാണ് ഈ പോസ്റ്റിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ക്രൈസ്തവ പ്രീണനമാണ് കഴിഞ്ഞ BJP അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ എത്തിയത് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലപാടാണ് അവർ പറയുകയും ചെയ്യുന്നത്. നേരത്തെ ഭാരതാംബ ചിത്ര വിവാദമുണ്ടായപ്പോഴും RSS അതിനെ പരസ്യമായി ന്യായീകരിക്കുമ്പോഴും രാജീവ് ചന്ദ്രശേഖറിനോട് അടുപ്പമുള്ള BJP നേതാക്കളോ ഒരു തരത്തിലും ഈ ഭാരതാംബ ചിത്ര വിവാദത്തിൽ RSSനെ ന്യായീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ആ ഘട്ടത്തിലും കടുത്ത അതൃപ്തി ഈ RSS നേതാക്കൾക്കും പ്രചാരകർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമം രാജീവ് ചന്ദ്രശേഖർ നടത്തുകയാണ്. അത് ഒരു കാലത്തും വിലപ്പോവാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകൾ മറികടന്ന് അത് വിട്ടുകളഞ്ഞ് ഇത്തരത്തിൽ ക്രൈസ്തവ ഒരു പ്രീണനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് തെറ്റാണ് എന്നുള്ള കടുത്ത വിമർശനമാണ് എന്തായാലും നിലവിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർത്തുന്നത്. നേരത്തെ ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ഈ നിലപാടുമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് പരസ്യമായുള്ള പ്രതികരണമല്ലെങ്കിലും ശശികല പങ്കുവച്ചതും സമാനമായ രീതിയിലുള്ള പോസ്റ്റുകൾ തന്നെയായിരുന്നു. അതിനുശേഷം ഇന്നാണ് നിലവിൽ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ളവർ ഈ രാജീവ് ചന്ദ്രശേഖരന്റെയും സംസ്ഥാന BJPയുടെയും നിലപാടിനെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. അല്പസമയം മുമ്പ് TP സെൻകുമാർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ക്രൈസ്തവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് അത് BJPയുടെ ശരിയായ നിലപാടിന്റെ ഭാഗമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനോട് ചെയ്യുന്നത്. എന്തായാലും RSSന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് കൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ സംഘപരിവാർ അനുകൂല സംഘടനകളും പ്രധാന നേതാക്കളും തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റിന് താഴെയിട്ടിരിക്കുന്ന കമന്റ് എന്ന് പറയുന്നത്. നേരത്തെ തന്നെ മുതിർന്ന BJP നേതാക്കളുടെ ഒരു നിലപാട് തള്ളിക്കൊണ്ടാണ് ക്രൈസ്തവരെ ഒപ്പം കൂട്ടാനുള്ള ഒരു നീക്കം രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിനെതിരെ ആ ഘട്ടത്തിൽ തന്നെ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. തൊടുപുഴയിൽ ചേർന്ന RSSന്റെ ബൈഠക്കിലും രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തന രീതി ശരിയല്ല എന്നുള്ള നിലയിലുള്ള വിലയിരുത്തൽ, അത്തരം വിമർശനങ്ങൾ, അതൃപ്തി ഉൾപ്പെടെ RSSന്റെ ബൈഠക്കിൽ ഉൾപ്പെടെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ BJP കോർ കമ്മിറ്റി യോഗത്തിൽ K സുരേന്ദ്രനും V മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതേ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയതിലുള്ള വിമർശനവും നേരത്തെ ഈ നേതാക്കൾ തന്നെ ഉയർത്തുകയും ചെയ്തതാണ്. അങ്ങനെ പൂർണ്ണമായും ഹിന്ദു വോട്ടുകളിൽ കേന്ദ്രീകരിക്കാതെ തങ്ങൾക്ക് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കി അവരെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് ക്രൈസ്തവ പ്രീണനത്തിനായി ക്രൈസ്തവർക്കൊപ്പം നിൽക്കുന്ന നിലപാട് അത് കടുത്ത തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ് നിലവിൽ RSS തന്നെ BJP സംസ്ഥാന ഘടകത്തോട് വ്യക്തമാക്കുന്നത്. അതാണ് മുതിർന്ന നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയ സാഹചര്യം ഒക്കെ ഉണ്ടാവാൻ കാരണവും. എന്തായാലും നിലവിൽ രാജീവ് ചന്ദ്രശേഖർ അക്കാര്യത്തിലുള്ള നിലപാട് മാറ്റിയിട്ടില്ല. അനൂപ് ആന്റണിയെ ഉൾപ്പെടെ ഏറ്റവും പ്രധാന സ്ഥാനത്തേക്ക് എത്തിച്ചാണ് അത്തരം ക്രൈസ്തവ സഭകളുമായി അടുപ്പം ഉണ്ടാക്കാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരള BJPയുടെ നിലപാടിൽ RSS അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. വിവരങ്ങളാണ്